ഗൈസ് ഫ്രണ്ട്സ് എല്ലാവരും എന്തു പറയുന്നു? ഞാനൊരു മാംഗോയുടെ പൾപ്പെടുത്തിട്ട് ഒരു അമാവാൻ, ഈ തെലുങ്ക് നാട്ടിലൊക്കെ കിട്ടത്തില്ല നല്ല സ്ലൈസായിട്ട്, അപ്പോൾ അതൊന്ന് ഞാൻ ട്രൈ ചെയ്യുവാണ്. അപ്പോൾ ഈ മാങ്ങയുടെ പൾപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതായത് ഇത് കണ്ട, ഇത് കണ്ടല്ലോ. അപ്പോൾ ഇത്രയും പൾപ്പ് കൊണ്ട് ഞാനൊരു അമാവാൻ ഉണ്ടാക്കാൻ പോവുകയാണ്, ട്രൈ ചെയ്യുകയാണ്. ഓക്കെ, എല്ലാവരും കാണുക. അപ്പോൾ ഞാൻ അടുപ്പ് കത്തിക്കുകയാണ്. നമ്മളിത് നല്ലപോലെ ഇതാകട്ടെ. നല്ലപോലെ ഇത് ജ്യൂസാണ് മാംഗോയുടെ. അത് നല്ല ഇതിന് വേണ്ടി നമ്മൾ ഇത് കുറച്ച് വറ്റുമ്പം നമ്മൾ കുറച്ച് നാരങ്ങാനീര് ഒഴിക്കണം. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കാമേ. കുറച്ച് നേരം നമ്മൾ നല്ലപോലെ ഇളക്കണം. ഇതിൻ്റെ പണിയാണ്, നോക്കാം. നല്ലപോലെ ഇളക്കണം. കണ്ടില്ലേ? ഇത് ഞാൻ മിക്സിയിൽ ഇതിൻ്റെ പൾപ്പെടുത്തിട്ട് ഞാൻ മിക്സിയിൽ അരിച്ച് നല്ല, കണ്ടില്ലേ, നല്ല പരുവത്തിനെടുത്തിരിക്കുക. ഇതിന് തിളച്ച് നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് നമുക്കിത് തെറിച്ച് മുഖത്തോട്ടൊക്കെ വരും. അപ്പം വളരെ സൂക്ഷിച്ച് വേണം ഇത് ചെയ്യാൻ. ഓക്കെ, ഇത് നമ്മൾ കുറച്ച് ഇങ്ങനെ തിളച്ച് വരണം. തിളച്ച് വരുമ്പോൾ ഉണ്ടല്ലോ, അപ്പോൾ ഒന്ന് വറ്റി കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു നാരങ്ങാനീര്, സിട്രിക് ആസിഡിന് പകരം നാരങ്ങാനീര് ഇതിനകത്ത് ഒഴിക്കും. അപ്പം നമ്മളിത് ഒഴിക്കുകയാണ്. പിന്നെ ഇത് ഏകദേശം 1 കിലോ മാംഗോയുടെ പൾപ്പാണ്. അപ്പോൾ വന്നു കഴിയുമ്പോൾ ഏകദേശം 1 കിലോ 3/4 കിലോയോളം ഉണ്ട്. അതിന് നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര. അപ്പോൾ ഇതിന് ഞാനൊരു 4 ഗ്ലാസ് പഞ്ചസാര, ഇതിന് നല്ല മധുരമുള്ള, ഇതിന് 4 കപ്പും പഞ്ചസാരയാണ് ഇടുന്നത്. ഓക്കെ, ഒന്ന് വറ്റി കഴിയുമ്പോൾ നമുക്ക് അത് ചെയ്യാം. ഇളക്കി ഇത് നല്ലപോലെ വറ്റണം. അപ്പം ഇതിന് ഞാൻ 4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് അത് കൂടെ ഇടാം. ഇതൊക്കെ ഫുള്ളായി. ഇനി ഇതിൻ്റെ പകുതി ആകണം. ഇത് വറ്റി പകുതി ആകണം. നല്ല മധുരം കൂടെ ആകുമ്പോൾ നല്ല ഇതല്ലേ. വേറെ ചേരുവൊന്നുമില്ല. ഇതിന് രണ്ടായിട്ട് ഞാൻ എടുക്കുന്നു. ഒന്ന് മധുരമുള്ളതും, ഒന്ന് ഇത്തിരി ചാട്ട് മസാലയും ഇത്തിരി മുളക് പൊടിയും ശകലെന്നുള്ള ഉരുപ്പും എല്ലാം കൂടെ ഇട്ട അത് വേറെ ഒരു എരിവ് പോലത്തെ ഒരു ഇതാണ്. ഞാൻ രണ്ടായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, കണ്ടില്ലേ നല്ല തിളച്ച് വരുന്നതായി. തിളച്ച് പഞ്ചസാര നല്ല പോലെ അരിയണം. അരിഞ്ഞ് ഇത് അടിക്ക് പിടിക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിന് തിളച്ച് പകുതി ആകണം. കുറച്ച് ഗ്യാസ് ഇലവാ. കണ്ടില്ലേ, നമ്മുടെ വേണ്ട കുറേ വറ്റി, കുറച്ചേറെ വറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇതിൻ്റെ ഒരു പാവം എന്ന് പറയും. നമ്മളിത് നോക്കുമ്പോൾ ഇതേ പിടിക്കുമ്പോൾ നമുക്ക് ഇനിയും ഒട്ടുന്ന ഇത് ഒട്ടിയിട്ടില്ല, ഇനിയുണ്ട്, കുറച്ചുകൂടെ പണിയുണ്ട്. നല്ലപോലെ ഇത് പിന്നെ പഞ്ചസാരയില്ല, നല്ലപോലെ ഇത് കുറുകണം. ഇത് നാടൻ മാങ്ങയാണ്. നാടൻ മാങ്ങയുടെ, നമ്മൾ വാങ്ങിച്ച മാങ്ങയല്ല, നാടൻ മാങ്ങയുടെ പൾപ്പെടുത്തിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഇത് വറ്റണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത് കണ്ടില്ലേ, കുറുകി ഈ പരുവമായി. കണ്ടില്ലേ,
കുറുകി ഇതാ കണ്ടോ, നല്ല പരുവ. ഇതൊന്ന് നമുക്ക് കയ്യിലെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒട്ടണം ഇതാ ഇങ്ങനെ. അത് ഇച്ചിരി ആവണം, ഒരു പരുവം കൂടെ ആവണം. കമ്പിപ്പരുവമാകുമ്പോഴാണ് നമ്മളിത് വാങ്ങി വെക്കുന്നത്. ഇത് കണ്ടില്ലേ, നിറച്ചുണ്ടായിരുന്ന മാങ്ങ ഇതാണ്, മാങ്കോയുടെ പൾപ്പാണ് നിറച്ചുണ്ടായിരുന്ന. ഇത് എനിക്ക് ഒരു വീട്ടിൽ നിന്ന് ഒരു ഫ്രണ്ട് കൊണ്ട് തന്ന കുറേ മാങ്ങ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ നീരെടുത്ത് വെറുതെ മാങ്ങാക്കറി വെച്ച് മടുത്തു. അപ്പം ഇങ്ങനെ ആകുമ്പോൾ അങ്ങ് ഇരുന്നോളുമല്ലേ, എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ഇത് കഴിക്കാമല്ലോ, വായിലിട്ട് അലിയിച്ച് കഴിക്കാം. അപ്പം നമ്മൾ മാങ്ങ ഇല്ലാത്ത സമയത്തൊക്കെ ഇത് എത്ര ഇതാക്കി സൂക്ഷിച്ച് വെച്ചാലും അത് അവിടെ ഇരുന്നോളും. കാരണം അതുപോലെ മാങ്ങ വരട്ടിയെടുക്കുന്ന പഞ്ചസാരയും ഇത്തിരി നാരങ്ങ ജ്യൂസും എല്ലാം കൂടെ ഒഴിച്ച് നമ്മൾ ചെയ്യുന്നതാണ്. അതിൻ്റെ പരുവം കണ്ടില്ലേ, കുറച്ചുകൂടെ ആവണം. നമ്മുടെ മാങ്കോ കണ്ടില്ലേ, ഏത് പരുവായെന്ന് നോക്കി, കണ്ടോ, നല്ല ബ്ലാക്കും അല്ല ബ്രൗണും അല്ലാത്ത രീതിയിലാണ്, എത്ര നല്ല കളർ ചേഞ്ച് ആയിട്ട് വന്നു. ഇത് നമ്മൾ ഒരു പാത്രത്തിലോട്ട് നെയ്യ് ഒഴിച്ച് നെയ്യ് പരട്ടി പ്ലേറ്റിനകത്തോട്ട് ആക്കണം. അപ്പോൾ ഇത് കണ്ടില്ലേ, എത്ര നേരത്തെ പണി. ഇത് നിറഞ്ഞിരുന്ന കാര്യമല്ലേ. അപ്പോൾ നമുക്ക് ഇതുപോലെ കണ്ടില്ലേ, ഇതുപോലെ മാങ്ങ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ഞാൻ ഇനി ഒരു പ്ലേറ്റിനകത്തോട്ട് ഒഴിക്കാമേ. ഓക്കെ, ഞാൻ ഇതുപോലെ ഇച്ചിരി നെയ്യ് ഇതിനകത്തോട്ട് തൂത്തേ, ഇങ്ങനെ ഈ പ്ലേറ്റിനകത്തോട്ട് തൂത്തേ. അപ്പോൾ അതിനകത്തോട്ടാണ് നമ്മൾ ഒഴിക്കുന്നത്. നമ്മുടെ ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കുറച്ച് പാത്രത്തിൽ ഒഴിക്കാം. നമ്മൾ അധികം കട്ടി വെക്കല്ലേ, കുറച്ച് നന്നായിട്ട് കട്ടി കുറഞ്ഞ്, കാരണം വേഗം ഇത് കുറച്ചുകൂടെ. കളറ് കണ്ടില്ലേ, ഇതിന് വ്യത്യാസമുണ്ട്. ഇത് ഇത്തിരി മുളക് പൊടി, ചാറ്റ് മസാല എല്ലാം കൂടെ ഇട്ടതാണ്. അപ്പോൾ ഇതിൻ്റെ കളർ വ്യത്യാസം. ഇത് മാംഗോ പിന്നെ പഞ്ചസാരയും നാരങ്ങ നീരും എല്ലാം അത് തന്നെ. ഇതിനകത്ത് ഇത്തിരി എരിവും ചാറ്റ് മസാല ഇട്ടെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എൻ്റെ മാംഗോ ജെല്ലി പൾപ്പെടുത്തതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.